ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിതെന്ത് കോപ്രായമായി കാണിക്കുന്നത്, ഞാൻ ഈ ബസ് കയറി എങ്ങോട്ടാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ പകുതി വരെയായപ്പോൾ എനിക്ക് അനകാവിയെ കിട്ടി. അങ്ങനെ ഒരു ബസ് മാറി ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി. തോട്ടപ്പള്ളിയൊക്കെ കണ്ട് അവസാനം ഞങ്ങൾ എത്തി ഗൈസ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ എവിടെ എത്തിയത്. അതെ ഗൈസ്, വേറെ ഒന്നുമില്ല, ഞങ്ങൾ അമ്പലപ്പുഴയിലോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു കൈ കാണിച്ചിട്ട് ആരും നിർത്തുന്നില്ല ഗൈസ്. ഓട്ടോക്കാരൊന്നും ഞങ്ങൾ റിട്ടേൺ ഓട്ടോ ഇല്ല, അതോ ഒരു സത്യമാണ്. ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് അല്ല കച്ചേരി ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ അമ്പലപ്പുഴ വരെ നടക്കുകയാണ് ഗൈസ്. മഴയുണ്ട്, നല്ല മഴയുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലി ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ അമ്പലപ്പുഴ ടെമ്പിളിൽ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതിറങ്ങിയപ്പോൾ ബായശ്രീ ഞങ്ങളെ നോക്കിയിരുന്ന് പറ്റിച്ച് ലാസ്റ്റ് ഫൈനലി ബായശ്രീ പ്രസാദിനെ കിട്ടിയിരിക്കുന്നു. ഇവിടെ വീട്ടിൽ നടക്കുന്ന പോലെയാണ് അമ്പലത്തിൽ വന്ന് കാണിക്കുന്നത് ഗൈസ്. നോക്കൂ ഗൈസ്. കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ പായസത്തിൻ്റെ ക്യൂവിൽ കയറി നിന്ന് പായസം കൊടുക്കാൻ സമയമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പായസത്തിന് ക്യൂവിൽ കയറി നിന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പായസം കിട്ടിയില്ല. പായസം കിട്ടിയില്ലെന്ന വിഷമം അങ്ങനെ ഒറ്റ മൈൻഡിലെടുത്ത് ഞങ്ങൾ പിന്നെ അനകാവിയുടെ അനിയന് ഒരു മോതിരം മേടിക്കാൻ പോയി. അവിടെ ചെന്നപ്പം അവൾക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏത് മോതിരം എടുക്കണം. പിന്നെ അവിടെ നിന്ന് അവളെ അമ്മയെ വിളിച്ച് അനിയനെ വിളിച്ച് മോതിരമൊക്കെ നോക്കി ഒരു നല്ല മോതിരം എടുത്തു. ഞങ്ങളുടെ കൂടെ വന്ന് ബായശ്രീ പ്രസാദിനെ ഇവിടെ കാണുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് ബായശ്രീ പ്രസാദിനെ കാണാതെ പോയി. പിന്നെ ഈ പാവയെ കണ്ട് ഇതിനെ കണ്ടാൽ നല്ല രസമല്ലേ ഗൈസ്. നല്ല കാമാൻ ക്വൈറ്റ് ഏരിയ ആണ് ഗൈസ്. എന്നെ തവിട് കൊടുത്ത് മേടിച്ചു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അവിടെ പോയി. ബായശ്രീ ഞങ്ങളെ കുളത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കുറേ വീഡിയോസൊക്കെ എടുത്തു. ഫോട്ടോ എടുത്ത് അവിടെ കിടക്കുന്നത് ഞങ്ങളുടെ ബാഗ്, ഞങ്ങളുടെ ചെരുപ്പ്, പിന്നെന്താണ് ഇവിടെ അനകാവിയുടെ ഫോണ്, പൈസ എല്ലാം അവിടെ കിടക്കുക. എന്നിട്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമോ മുകളിൽ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി ഞങ്ങൾ ലെവൽ ക്രോസിൻ്റെ അവിടെ ചെന്നു. അവള് പറയുന്ന അവളെ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ പോയി കാണിക്കും. അതുകൊണ്ട് അവൾ എഴുന്നേഞ്ഞ് നടക്കട്ടെ. എനിക്ക് വഴി അറിയത്തില്ലേ? എനിക്കും അറിയാം ഗൈസ് വഴി. ഞാൻ വഴി അങ്ങനെ ഞങ്ങൾ അതുവഴി ഭാഗ്യശ്രീയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ട്രെയിൻ കണ്ട്. പിന്നെ അവിടെ നിന്ന് ആ ട്രെയിൻ പോകുന്നിടം വരെ അതിനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഭാഗ്യശ്രീയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ഒരു സുഖമില്ല. നിനക്കല്ലായിരുന്നോ തോരാ? യൂട്യൂബ് ചാനലില്ലാത്ത വ്ളോഗറാണ് അനഘ വി. മെമ്മറീസ്. ഓക്കെ അനഘ വി. ക്യാരി ഓൺ. ഗൈസ്, ഇവളുടെ വീടാണ് ഇത്. കണ്ടോ ഗൈസ്, നല്ല കാറ്റ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് അനകാവിയുടെ ഒരു പാട്ട് കേൾക്കാം. ഒരു കോടി സൂര്യമണി തേടി തെളിവാനുമെല്ലെ ശിശിരം പകരും പനിമഴയിൽ വെറുതെ നനയും ഭാവം കുങ്കുമമേഘം കുളിരുപോലൊരു മഞ്ഞള പോലെയുളവാം അമ്പിനാളം പതിയലിട്ടു പ്രോ സിംഗർ ോടാം എന്റെ തിങ്കൾ കിളിയായി കുറുകാം പരപ്പവൾ നനയാം നനയാം. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയ ബസ്സിലെ കണ്ടക്ടർ തന്നെയായിരുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ തിരിച്ചു വന്നപ്പോൾ ബസ്സിലെ കണ്ടക്ടർ. അങ്ങനെ ഗൈസ്, ഇത്രയുള്ള എൻ്റെ ഒരു ദിവസത്തെ അമ്പലപ്പുഴയിലെ വിശേഷങ്ങൾ.